എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിന് പൊതുവെ തന്നെ എല്ലാവർക്കും ഒരു ഭയം അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ ഒരു നെർവസ്നെസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. നമുക്ക് എങ്ങനെ ആ നെർവസ്നെസ് അല്ലെങ്കിൽ ആങ്സൈറ്റി നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ അതിനുള്ള കുറച്ച് ടിപ്സാണ് ഞാനിവിടെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു കാര്യം ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ആണ് പൊതുവെ നമുക്കൊരു ആങ്സൈറ്റി ഉണ്ടാകുന്നത്. നമ്മൾ എങ്ങനെ അതിനെ പെർഫോം ചെയ്യും, എങ്ങനെ അതിനെ തരണം ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മളെ ആ ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ നെർവസ്നെസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഒന്നാമതായിട്ട് ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം അതിന് നമ്മൾ പ്രിപ്പയർ ആണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ നമ്മൾ റെഡി ആണെങ്കിൽ മാത്രം നമ്മൾ അതിന് പോവുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, നമ്മളൊരു ഡ്രൈവിംഗ് പഠിക്കുന്നു. ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞ് നമുക്ക് ടെസ്റ്റ് വരുന്ന സമയത്ത് ആ ഒരു ടെസ്റ്റിന് നമ്മൾ പ്രിപ്പയർ ആണോ എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കുക. അതല്ലെങ്കിൽ നമുക്ക് നമ്മളെ പഠിപ്പിക്കുന്ന ഇൻസ്ട്രക്ടറുടെ അല്ലെങ്കിൽ ഒരു അസസ്സർ ഉണ്ടാവും. ആ അസസ്മെൻ്റ് നടത്തുന്ന അസസ്സറുടെ ഒരു അഭിപ്രായം നമ്മൾ തേടുക. അപ്പോൾ അങ്ങനെ ഒന്നുകിൽ അവർ നമ്മളടുത്ത് പറയുകയാണ് നിങ്ങൾ റെഡിയാണ് എങ്കിൽ മാത്രം നമ്മൾ ആ ഒരു ടെസ്റ്റിലേക്ക് പോവുക. ഇവിടെയാണ് നമുക്ക് ഒരു അസസ്മെൻറ്റ് ടെസ്റ്റിൻ്റെ പ്രാധാന്യം. നമ്മൾ ഏതൊരു കോഴ്സ് പഠിക്കുമ്പോഴും നമ്മളൊരു ഫൈനൽ ടെസ്റ്റിന് പോകുന്നതിന് മുമ്പായിട്ട് തീർച്ചയായിട്ടും നിങ്ങളൊരു അസസ്മെൻറ്റ് ടെസ്റ്റ് എടുത്ത് നോക്കുക. അപ്പോൾ ഈ അസസ്മെൻറ്റ് ടെസ്റ്റിലാണ് നമുക്ക് കുറേ അധികം കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഈ പോകാൻ പോകുന്ന ഫൈനൽ ടെസ്റ്റിൽ നമുക്ക് സംഭവിച്ചേക്കാവുന്ന മിസ്റ്റേക്കുകൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഫൈനൽ ടെസ്റ്റിലേക്ക് പോകുമ്പോൾ അസസ്മെൻറ്റ് ടെസ്റ്റ് എടുത്തിട്ട് പോവുക. അതൊരു കാര്യം. ഇനി രണ്ടാമതായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ഫൈനൽ ടെസ്റ്റ് പോകുന്നതിന് മുമ്പ് ഒന്നിലധികം തവണ നമ്മൾ മോക്ക് ടെസ്റ്റ് എടുത്തിരിക്കുക. ഇപ്പോൾ ഫൈനൽ ടെസ്റ്റിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മളുടെ ഇൻസ്ട്രക്ടർ അടുത്ത് പറഞ്ഞിട്ട് ആ ഒരു എക്സാമിനർ നമുക്ക് എങ്ങനെ ടെസ്റ്റ് തരുന്നോ അതേ രീതിയിൽ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യിക്കുക. നമ്മുടെ ഇൻസ്ട്രക്ടർ അടുത്ത് പറഞ്ഞ് ആ ഇൻസ്ട്രക്ടറെ കൊണ്ട് നമുക്കൊരു മോക്ക് ടെസ്റ്റ് ചെയ്യിപ്പിക്കുക. അപ്പോൾ ആ മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ഇൻസ്ട്രക്ടർ ഒരു എക്സാമിനറായിട്ട് പെരുമാറുക. അപ്പോൾ അത് 1-2 തവണ നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ ആ ഒരു ഫൈനൽ ടെസ്റ്റിലേക്ക് പ്രിപ്പയർ ആക്കും. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ടെസ്റ്റിന് ചൂസ് ചെയ്യുന്ന സമയം, എൻ്റെ അഭിപ്രായത്തിൽ പലവർക്കും പല അഭിപ്രായം ഉണ്ടാവും. ചില ആളുകൾ പറയും അതിരാവിലെയുള്ള ടെസ്റ്റ് എടുക്കണം, ചിലവർ പറയും ഇല്ല ഈവനിങ് ഉള്ള ടെസ്റ്റ് എടുക്കണം. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത്, നമ്മൾ ഒരു 11 മണിക്കും 2 മണിക്കും ഇടയിലുള്ള സമയം ചൂസ് ചെയ്യുന്നതാണ്. കാര്യം എന്ന് പറയുന്നത്, രാവിലെ നല്ല റഷ് ഉണ്ടാവും റോഡിൽ. അപ്പോൾ ആ ട്രാഫിക്കൊക്കെ ഒന്ന് സെറ്റിലാവുന്ന ഒരു 11 മണിയൊക്കെ എല്ലാ ഓഫീസെല്ലാം സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ റോഡിലെ ട്രാഫിക് ഒന്ന് സെറ്റിലാവും. അതുപോലെ തന്നെ ഒരു 2 മണിയെല്ലാം കഴിയുമ്പോൾ ഓഫീസുകൾ അടച്ചിട്ട്, അല്ലെങ്കിൽ ജോലിയൊക്കെ കഴിഞ്ഞ ആൾക്കാർ റോഡിലേക്ക് ഇറങ്ങി തുടങ്ങുന്ന വീണ്ടും ഒരു ട്രാഫിക്കിൻ്റെ പീക്ക് പീരീഡിലേക്ക് പോകുന്ന ആ ഒരു സമയം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു 11 മണിക്കും 2 മണിക്കും ഇടയിലെന്ന് പറയുന്നത് നമുക്ക് വളരെ കംഫർട്ടായിട്ട് നമുക്കൊരു ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അത് ഒരു 1 മണി അല്ലെങ്കിൽ 1:30 മണി, അതാണ് ഒരു ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ടൈമിങ് നിങ്ങൾ ചൂസ് ചെയ്യുക ടെസ്റ്റിനായി. ഇനി നമ്മളൊരു ടെസ്റ്റിൻ്റെ സമയം
ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ എല്ലാവരുടെ അടുത്തും അനൗൺസ് ചെയ്യാതിരിക്കുക. ഫ്രണ്ട്സിൻ്റെ അടുത്തായാലും റിലേറ്റീവ്സിൻ്റെ അടുത്തായാലും. കാര്യം നമ്മളങ്ങനെ ആ ടെസ്റ്റ് നമ്മൾ സമയം അല്ലെങ്കിൽ ആ ഡേറ്റ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും. കാര്യം നമ്മളെ ടെസ്റ്റിൻ്റെ റിസൾട്ട് എന്താവും, ആ ടെസ്റ്റ് റിസൾട്ട് ഫെയിൽ ആവുകയാണെങ്കിൽ ഇവരെല്ലാം എന്തായിരിക്കും ചിന്തിക്കുക. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ തീർച്ചയായിട്ടും ഈ ടെസ്റ്റിൻ്റെ ഡേറ്റും സമയവും നമ്മൾ സ്വയം നമ്മൾ തന്നെ മനസ്സിലാക്കി വയ്ക്കുക. മറ്റുള്ളവരടുത്ത് നമ്മൾ അനൗൺസ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ആ ടെസ്റ്റ് ദിവസം ഈ ടെസ്റ്റിനായിട്ട് വേണ്ടി മാത്രം മാറ്റി വയ്ക്കുക. അല്ലാതെ നമ്മുടെ ജോലി തിരക്കുകളോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലാൻ ആ ദിവസം നമ്മൾ സെറ്റ് ചെയ്യാതിരിക്കുക. ഇപ്പോൾ നാളെ നമുക്ക് ടെസ്റ്റ് ആണെങ്കിൽ ആ ടെസ്റ്റ് ദിവസത്തേക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ മാറ്റി വയ്ക്കുക. അന്ന് നമുക്ക് വേറെ ഒരു പ്ലാനും ഇല്ല, ഫുള്ളി ടെസ്റ്റ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ആവുമ്പോൾ നമ്മൾ കുറച്ച് ഫ്രീ ആവുകയും അത് നമ്മളുടെ ആങ്സൈറ്റി കുറയ്ക്കുകയൊക്കെ ചെയ്യും. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ടെസ്റ്റിൻ്റെ ദിവസം തലേദിവസം നല്ല രീതിയിൽ ഉറങ്ങുക. അതുപോലെ തന്നെ നേരത്തെ എഴുന്നേറ്റ് നമ്മളൊരു പറ്റുമെങ്കിൽ ഒരു വാക്കിംഗ് ഒക്കെ നടത്തി ജസ്റ്റ് ഒരു റിലാക്സേഷന് വേണ്ടി ഒരു എക്സസൈസൊക്കെ നടത്തി നമ്മൾ എത്രയും നേരത്തെ, അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 2 മണിക്കൂർ നേരത്തെയെങ്കിലും, ടെസ്റ്റ് സമയത്തിന് ഒരു 2 മണിക്കൂർ മുന്നെങ്കിലും നമ്മൾ ടെസ്റ്റ് സെൻറ്ററിൽ എത്തുക. അതല്ലാതെ ഒരുപാട് ആളുകൾ ചെയ്യുന്നത്, നമ്മൾ ഒന്നുകിൽ മറന്നുപോയോ അല്ലെങ്കിൽ ട്രാഫിക്കിൽ പെട്ടോ വളരെയധികം ലേറ്റായി റഷായി ഓടി വന്ന് നമ്മൾ ടെസ്റ്റ് കൊടുക്കുന്ന, ഒരിക്കലും അത് ചെയ്യരുത്. നമ്മൾ എത്രയും നേരത്തെ ഒരു 2 മണിക്കൂർ, മിനിമം ഒരു 1.5 മണിക്കൂറെങ്കിലും നേരത്തെ നമ്മൾ ടെസ്റ്റ് സെൻറ്ററിൽ എത്തുക. അത് നമ്മൾക്ക് റിലാക്സേഷനും ആ ഒരു ആങ്സൈറ്റിയും ഒക്കെ വളരെയധികം കുറയ്ക്കും. അതുപോലെ തന്നെ നമുക്ക് ആ ടെസ്റ്റിന് എങ്ങനെയാണ് അവർ നമ്മളെ വിളിച്ച് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ നമുക്ക് തൊട്ട് മുന്നുള്ള കണ്ടസ്റ്റൻസൊക്കെ എങ്ങനെയാണ് ആ ടെസ്റ്റ് പെർഫോം ചെയ്യുന്നത്, ഇതൊക്കെ ഒന്ന് നോക്കിക്കാണാനും നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് റിഫ്രഷ് ചെയ്യാനും ഒക്കെ ഉള്ള സമയത്തിന് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ടെസ്റ്റിൽ നമ്മൾ ആ പഠിച്ച കാര്യങ്ങൾ, നമ്മൾ ആ മോക്ക് ടെസ്റ്റിൽ ചെയ്ത കാര്യങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം കൂടെ നമ്മളൊന്ന് റീകോൾ ചെയ്ത് അതേ രീതിയിൽ നമ്മൾ പെർഫോം ചെയ്യുക. നിങ്ങളുടെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആ ടെസ്റ്റിൽ കാഴ്ചവെക്കുക. തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ നെർവസ്നെസ്സും ആങ്സൈറ്റിയും ഒക്കെ വളരെയധികം കുറയ്ക്കും. അതുപോലെ തന്നെ ഞാൻ മറ്റൊരു കാര്യം പറയുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങളിലുണ്ടാകുന്ന നെർവസ്നെസ് അല്ലെങ്കിൽ ആങ്സൈറ്റി അത് ഞാനോ അല്ലെങ്കിൽ മറ്റൊരാളോ വിചാരിച്ചാൽ കുറയ്ക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും നിങ്ങൾ സ്വയം വിചാരിക്കണം. അതുപോലെ തന്നെ സ്വയം നിങ്ങളുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തണം. കാര്യം ഈ ടെസ്റ്റ് എന്ന് പറയുന്നത് വളരെ വലിയ ഒരു ഡീലൊന്നുമല്ല. അല്ലെങ്കിൽ ഈ ടെസ്റ്റ് നമ്മൾ ഫെയിലായെന്ന് പറഞ്ഞിട്ട് ഈ ലോകം അവസാനിച്ചു പോയില്ല. നമുക്ക് ഒരുപാട് ചാൻസ് ഉണ്ട്. നമുക്ക് വീണ്ടും നെക്സ്റ്റ് ചാൻസ് എടുത്തുകൊണ്ട് നമുക്ക് ടെസ്റ്റ് പാസ്സാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ ലളിതമായിട്ട് നമ്മൾ ഈ ടെസ്റ്റിനെ കാണുക. ഉദാഹരണം, ഞാൻ മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു മുട്ട നമ്മുടെ കയ്യിൽ നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണ്. അത് നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ ആ മുട്ട പൊട്ടിപ്പോകും. അതേസമയം സോഫ്റ്റ് ആയിട്ടാണ് നമ്മൾ ഈ മുട്ടയെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നതെങ്കിൽ ആ മുട്ടയ്ക്ക് ഒന്നും സംഭവിക്കില്ല. അപ്പോൾ ഇത് തന്നെ നിങ്ങളുടെ മനസ്സിൽ വയ്ക്കുക. നമ്മൾ വളരെ വലിയ ഒരു കാര്യമായിട്ട് ടെസ്റ്റിനെ കരുതി നമ്മൾ വളരെ ആങ്സൈറ്റിയും ആ നെർവസ്നെസ്സോടു കൂടി നമ്മൾ ആ ടെസ്റ്റിനെ സമീപിച്ചാൽ തീർച്ചയായിട്ടും മുട്ട പൊട്ടുന്നത് പോലെ നിങ്ങളും ടെസ്റ്റ് പൊട്ടും. അപ്പോൾ വളരെ അതിനെ ലാഘവത്തോടുകൂടി കൊണ്ട് വളരെ സോഫ്റ്റായിട്ട് നമ്മൾ അതിനെ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ വിജയം നിങ്ങൾക്കൊപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഞാൻ പുതിയ വീഡിയോകൾ ഇടുന്നതായിരിക്കും. എല്ലാവരും നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക.
ഇനിയൊരു വീഡിയോയുമായി വരുന്നവരെ കാത്തിരിക്കുക. അതുപോലെ മറ്റൊരു കാര്യം, ആർക്കെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസ് ദുബൈയിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാം. ഏറ്റവും നല്ല ഓഫറിൽ നല്ല സ്കൂളിൽ നിങ്ങൾക്ക് പഠിച്ച് ഡ്രൈവിംഗ് നേടുന്നതിന് വേണ്ടിയുള്ള സഹായങ്ങൾ ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു. നന്ദി, നമസ്കാരം.